എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മളെല്ലാവരും പലപ്പോഴും തിടുക്കവും അക്ഷമയും കാണിക്കുന്നവരാണ്. തിരക്കിട്ട ഈ ലോകത്ത് ക്ഷമ എന്നതൊരു വലിയ ഗുണമായി മാറിയിരിക്കുന്നു. എന്നാൽ ക്ഷമ എന്നത് വെറുമൊരു വാക്കല്ല, അത് പരിശീലനത്തിലൂടെ ആർജിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ക്ഷമയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്ന് പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ക്ഷമ? കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാത്തപ്പോഴും കാലതാമസം നേരിടുമ്പോഴും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും ശാന്തമായി തുടരാനുള്ള ഒരു കഴിവാണ് ക്ഷമ. ഇതൊരു വൈകാരിക പ്രതികരണമാണ്, അല്ലാതെ നിസ്സംഗതയല്ല. ക്ഷമയുള്ള ഒരാൾക്ക് കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാനാകും, വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നു. ദേഷ്യം, നിരാശ, ഉത്കണ്ഠ എന്നിവയെ നിയന്ത്രിക്കാൻ ക്ഷമ എല്ലാവരെയും സഹായിക്കും. ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന ആശയത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നിമിഷത്തിൽ ബോധപൂർവം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ക്ഷമയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ക്ഷമയുള്ളവർക്ക് സമ്മർദ്ദം കുറവായിരിക്കും. അവർക്ക് സമാധാനപരമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയും. അക്ഷമ മാനസിക പിരിമുറുക്കത്തിനും ഉത്കണ്ഠയ്ക്കും വഴിവെക്കും. ആളുകളുമായി നല്ല ബന്ധം പുലർത്താൻ ക്ഷമ അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും ക്ഷമ നമ്മളെ സഹായിക്കും. പലപ്പോഴും വിജയത്തിന് ക്ഷമ അനിവാര്യമാണ്. ലക്ഷ്യങ്ങളിലെത്താൻ സമയമെടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേഷ്യമോ നിരാശയോ തോന്നുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. ഇത് ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. 5 മുതൽ 10 തവണ ഇത് ആവർത്തിക്കുക. നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയുക. എപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, എപ്പോഴാണ് നിങ്ങൾ തിടുക്കം കാണിക്കുന്നത്, ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവയെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. അമിതമായ പ്രതീക്ഷകൾ പലപ്പോഴും അക്ഷമയ്ക്ക് കാരണമാകും. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു കാര്യത്തിന് എത്ര സമയം എടുക്കുമെന്ന് മുൻകൂട്ടി കണക്കാക്കുക. തിരക്ക് കൂട്ടുമ്പോൾ ദേഷ്യം വരും. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ടെന്ന് ഓർക്കുക. സ്വയം സഹാനുഭൂതി കാണിക്കുക എന്നതും പ്രധാനമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചിലപ്പോൾ ദേഷ്യം തോന്നും. അതിൽ സ്വയം കുറ്റപ്പെടുത്തരുത്. തെറ്റുകൾ സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു പ്രശ്നത്തെ കൃത്യമായി വിശകലനം ചെയ്യുക. 5 വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നെ ബാധിക്കുമോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ വലുതായി തോന്നാറുണ്ട്. അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് മാനസികമായി നമ്മളെ തളർത്തുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പഠിക്കണം. പതിവായ വ്യായാമം സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. ഇത് ക്ഷമ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ക്ഷമ ശീലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് കൂടുതൽ സമാധാനം അനുഭവപ്പെടും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ എളുപ്പമാകും. ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമുക്ക് കഴിയും. ഓരോ ദിവസവും ക്ഷമ പരിശീലിക്കുക. ഓരോ ദിവസവും കുറച്ച് സമയം അതിനായി നീക്കിവെക്കണം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ വലിയ കാര്യങ്ങളിൽ ക്ഷമ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.